പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ റസൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺസന എന്ന് പറയുന്ന സൂപ്പർ താരത്തെ WWE തരം താഴ്ത്തി കാണിക്കുന്ന പോലെയല്ലേ ആ മത്സരത്തിൽ പ്രസൻറ്റ് ചെയ്തത് എന്നുള്ളൊരു അഭിപ്രായം പല വിധത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജോൺസന എന്തുകൊണ്ട് ആ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള കാരണങ്ങളാണ്, അതുപോലെ തന്നെ ജോൺസനയുടെ ഫ്യൂച്ചർ പ്ലാനുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ആദ്യ മത്സരമായിട്ടാണ് ബ്രോക്ക് വേഴ്സസ് സീന തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച ആ മത്സരത്തിന് കൊടുത്ത ഹൈപ്പ് അതിനൊന്നും അനുസരിച്ചുള്ള ഒരു മത്സരമേ നമുക്ക് അവിടെ ലഭിച്ചില്ല. ജോൺസനെയും ബ്രോക്ക് ലെസ്നറും കുറച്ച് മിനിറ്റുകൾ മാത്രം, അതും കുറച്ച് മൂവ്സ് മാത്രം ചെയ്യാൻ വേണ്ടി മാത്രം പങ്കുവെച്ച ഒരു മത്സരം എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും നമുക്ക് ആ മത്സരത്തിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് കാണേണ്ടി വന്ന ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ മത്സരം കണ്ടതിന് ശേഷം വലിയൊരു വെറുപ്പിക്കൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ റിവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സിലും കൂടാതെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ആരാധകരുടെ അഭിപ്രായങ്ങളിലും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് ജോൺസന ബ്രോക്കിനെതിരെ വിജയിക്കണം എന്നുള്ളത് അവർ ഒരിക്കലും ആവശ്യപ്പെടില്ല. പക്ഷേ ജോൺസണയുടെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഒരു പൊരുതി നിൽക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് മാച്ചിൻ്റെ സ്റ്റോറി പറയാമായിരുന്നു. ഇത് ഒരു വൺ സൈഡ് മാച്ച് പോലെ കാണിച്ച് ബ്രോക്കിന് നല്ലൊരു ഹൈപ്പ് കൊടുത്ത് ബ്രോക്കിനെ ഡൊമിനൻ്റ് ആക്കി കാണിച്ച് ഈ മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ച് ജോൺസനെ തരം താഴ്ത്തുന്ന പോലെ കാണിച്ചതാണ് വലിയ പ്രശ്നമായത് എന്നുള്ളതാണ്. കൂടാതെ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ചിലേക്ക് ഇനി വെറും 5 ദിനങ്ങൾ മാത്രമേ, അതായത് ഇനി ഉള്ള മാസങ്ങളിൽ വെറും 5 തവണ മാത്രമേ ജോൺസനെ വരൂ എന്നുള്ളത് കൊണ്ട് തന്നെ ജോൺസണയുടെ ഒരു മത്സരം ഇങ്ങനെ വൺ സൈഡാക്കി ജോൺസനെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ കാണിച്ചാൽ അതൊരു ഓൾ ടൈം ലെജൻഡിനെതിരെ ഒരു തരം താഴ്ത്തുന്ന പോലെയല്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജോൺസനെ ഇങ്ങനെ ഒട്ടും ഒരു ഡൊമിനൻ്റ് അല്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അതിൻ്റെ ഒന്നാമത്തെ കാരണം എതിരാളിയായ ബ്രോക്ക് ലെസ്നറിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു രീതിയാണ്. അദ്ദേഹം ഒരു ബീസ്റ്റ് മോഡിലുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ ബ്രോക്ക് ഒരു ബീസ്റ്റ് മോഡിൽ ഇനിയും തുടരേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. ജോൺസനെ ഡിസംബറിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് പോകും. ബ്രോക്കിന് ഇനി മിക്കവാറും ഒരു 2 വർഷമെങ്കിലും കമ്പനിയിൽ ബാക്കിയുണ്ടാകും. അപ്പോൾ ബ്രോക്കിൻ്റെ ആ ഒരു ബീസ്റ്റ് മോഡ് മുന്നിലേക്ക് കൊണ്ടുപോകണം. കൂടാതെ ESPN എന്ന് പറയുന്ന ഈ പുതിയൊരു പ്ലാറ്റ്ഫോം സ്പോർട്സിന് എത്രത്തോളം പ്രാധാന്യമുള്ളൊരു പ്ലാറ്റ്ഫോമാണെന്ന് നമുക്കറിയാം. അവിടെ റിയൽ ഫൈറ്റേഴ്സിന് വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചാൽ അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്താൻ സാധിക്കും. ബ്രോക്ക് ഒരു റിയൽ ഫൈറ്ററാണ്, അദ്ദേഹം അത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബ്രോക്കിനെ ഹൈപ്പ് കൊടുത്ത് നിർത്തിയാൽ ESPN എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ വ്യൂവേഴ്സിനെ ലഭിക്കാൻ കാരണമായേക്കും. അപ്പോൾ ആദ്യ മത്സരത്തിൽ ബ്രോക്കിനെ നല്ലൊരു ഹൈപ്പിലേക്ക് കൊടുത്ത് നിർത്തി ജോൺസനെ പരാജയപ്പെടുത്തുന്നതിന് കാരണം ഞങ്ങൾ ഒരു റിയൽ ഫൈറ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നുള്ളത് കാണിക്കാനും സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബ്രോക്കിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു രീതി ESPN എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ ഒരു ഘടകം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രോക്കിനെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, തിരികെ വന്ന ബ്രോക്ക് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റത്തെ ബാധിക്കും. അതായത് 2 വർഷങ്ങൾക്ക് ശേഷം റിങ്ങിലേക്ക് കയറുന്ന ബ്രോക്ക് ലെസ്നർ പരാജയപ്പെട്ടാൽ അത് ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ നല്ല രീതിയിൽ ബാധിക്കും. ബ്രോക്ക് എന്തിനാണ് ഇപ്പോൾ വന്ന് മത്സരിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ജോൺസണയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസോ നല്ലൊരു ഫൈറ്റിങ്ങോ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതാണ് ആരാധകർ ഇപ്പോൾ വലിയൊരു പ്രശ്നമായി ഉന്നയിക്കുന്നത്. അതെന്തായാലും മോശപ്പെട്ട ഒരു അഭിപ്രായമാണ് എന്നാണ് എൻ്റെ, അതായത് മോശപ്പെട്ട അഭിപ്രായം എന്ന് പറയുന്നത് ജോൺസനെ ഒന്നുകൂടി ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു റെസ്ലറാക്കി കാണിക്കാം സാധിക്കുമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ബ്രോക്ക് എത്രത്തോളം ശക്തനാണെന്ന് പറഞ്ഞാലും ജോൺസനെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ചു നിന്നിരുന്നെങ്കിൽ, കുറച്ചധികം മിനിറ്റുകൾ കുറച്ച് മൂവ്സൊക്കെ ചെയ്യുന്ന പോലെ കാണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആരാധകരുടെ ഭാഗത്ത് നിന്ന് നൽകുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വൺ സൈഡാക്കി കൊണ്ടുപോയത് അത് ആരാധകർക്കിടയിൽ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായത്തിലേക്ക് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ജോൺസണയുടെ നെക്സ്റ്റ് മാച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ക്രൗൺ ജുവൽ എന്ന് പറയുന്ന ഇവൻറ്റിലാണ്. ക്രൗൺ ജുവൽ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള വീക്കിലി എപ്പിസോഡ്സിലൊന്നും ജോൺസന വരുന്നില്ല. ക്രൗൺ ജുവലിൽ ജോൺസണയ്ക്ക് മിക്കവാറും മത്സരം ഉണ്ടായേക്കും, പക്ഷേ അതിൻ്റെ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി വീക്കിലി എപ്പിസോഡ്സിലൊന്നും ജോൺസന വരുന്നില്ല. ഇന്നത്തെ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ മത്സരശേഷം ബ്രോക്ക് ലെസ്നർ ആ റഫറിയെ ആക്രമിക്കുന്നതിൻ്റെ കൂടെ ജോൺസണയെ ആക്രമിച്ചത് അത് ജോൺസണെയും ബ്രോക്കും തമ്മിലുള്ള ഒരു മത്സരം കൂടി വരുന്നതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം പല കൂട്ടുകാർക്കും ഇടയിലുണ്ട്. പക്ഷേ ഇനിയൊരു മത്സരം, ഒരു 1-on-1 മത്സരത്തിൻ്റെ സാധ്യത അവിടെ ഉയർന്നില്ല. പക്ഷേ ഇവർ ഇനി ഒരിക്കൽ കൂടി ഫേസ് ടു ഫേസ് വരാനുള്ള ഒരു സാധ്യത തുറന്നു വരുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസിലാണ്. ഇപ്പോൾ പോൾ ഹേമനുമായിട്ടുള്ള ആ ഒരു പഴയ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും ബ്രോക്ക് പുനരാരംഭിച്ചിട്ടുണ്ട്. സ്മാക്ഡൗണിൽ ഇരുവരും ഫേസ് ടു ഫേസ് വന്നതും ഇന്നത്തെ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ ബ്രോക്കിൻ്റെ എൻട്രൻസിന് ആ ഇൻട്രഡക്ഷന്
പോൾ ഹേമൻ വന്നിട്ട് പഴയ പോലെ ആ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നതും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ സെത്ത് റോളിൻസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീം വരികയാണെങ്കിൽ അതിലൊരു സ്പെഷ്യൽ പാർട്ണറായിട്ട് പോൾ ഹേമൻ ബ്രോക്കിനെ കൊണ്ടുവരികയും ഇവരുടെ ഓപ്പോസിറ്റ് വരുന്ന ടീമിൽ ജോൺസന വരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായാൽ അതിഗംഭീരമായിട്ടുള്ള എക്കാലത്തെയും വലിയൊരു മാച്ച് കാർഡ് തന്നെ സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്ക് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയും ഇവിടെ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ജോൺസനെ ഇന്ന് തരം താഴ്ത്തിയ ഒരു ഫീൽ തന്നെയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. ജോൺസന എന്ന് പറയുന്ന റെസ്ലറിനെ കുറച്ചും കൂടി ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെസ്ലറാക്കി കാണിച്ച് പരാജയപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കുമായിരുന്നു. ജോൺസനെ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്ത് നിന്നല്ലോ എന്നുള്ളത്. എന്തായാലും എനിവേ ജോൺസന എന്തായാലും പരാജയപ്പെട്ടു. ഇനി ക്രൗൺ ജുവലിലെ ജോൺസണയുടെ നെക്സ്റ്റ് പ്ലാൻസ് അറിഞ്ഞാൽ ഞാൻ പങ്കുവെക്കാം. നിങ്ങളുടെ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.